ഇന്ന് ഞാനിവിടെ ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കനം കുറച്ച് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുവട് നല്ല കട്ടിയുള്ള പാൻ വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിവിടെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാരറ്റിൽ നിന്ന് തന്നെ ചാറ് ഇതിലേക്ക് ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കരുത്. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഇതുപോലെ ഇട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് അടിക്ക് പിടിക്കാനും പാടില്ല. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഇത് അടച്ച് 10 മിനിറ്റ് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. വീണ്ടും ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാനിവിടെ 200 ഗ്രാമിൻ്റെ കോവ എടുത്തിട്ടുണ്ട്. ഈ കോവ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ഈ കോവ ഗ്രേറ്റ് ചെയ്തിട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റുമായിട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടാനാണ് നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ ഫ്രഷ് മിൽക്ക് ഒഴിച്ച് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. മിൽക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇത് ഇളക്കിയ ശേഷം വീണ്ടും ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് വീണ്ടും വേവിച്ചെടുക്കണം. ഈ 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഇത് അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിവിടെ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 400 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഏത് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കേണ്ടത്. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കി നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ ഇളക്കി ഡ്രൈ ആയി തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ബദാമും പിസ്തയും കാഷ്നട്ടും സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാണ്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിവിടെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന് മുകളിൽ കുറച്ച് പിസ്തയും ബദാമും ഇട്ട് ഇത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായി.
ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.